ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ടൈം മാനേജ്മെൻറ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സൺഡേസിലുള്ള എൻ്റെ റുട്ടീൻ എങ്ങനെയാണെന്നും അതുപോലെ തന്നെ അതിന് വേണ്ടിയുള്ള കുറച്ച് ടിപ്സും ട്രിക്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. സൺഡേസിൽ സാധാരണ മക്കൾക്ക് സൺഡേ ക്ലാസ് ഉണ്ടായിരിക്കും. അപ്പോൾ ക്ലാസ് ഒരു 8:15 തുടങ്ങുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 7:45 കഴിയുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയാലാണ് അവർക്ക് കറക്റ്റ് ടൈമിന് പോകാനായിട്ട് പറ്റുക. പക്ഷേ സൺഡേസിലാണ് ഞാൻ സാധാരണ പള്ളിയിലും പോകാറുള്ളത്. എല്ലാ സൺഡേ നമ്മൾ പള്ളിയിൽ പോകും. അപ്പോൾ പോയി വന്ന് കഴിയുമ്പോഴേക്കും ഏകദേശം 7:30 ആകുമ്പോഴേക്കും ഇവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ വളരെ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എങ്ങനെ പ്ലാൻ ചെയ്യാമെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും സെലക്ട് ചെയ്യുക. ഒന്നെങ്കിൽ പുട്ടും പഴമോ അല്ലെങ്കിൽ ഇഡ്ഡലിയും ചമ്മന്തിയോ ദോശയും ചമ്മന്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഇനി ചമ്മന്തി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങയുടെയൊക്കെ ആണെങ്കിൽ രാവിലെ തന്നെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ സാധാരണ ചെയ്യുക, തക്കാളി ചമ്മന്തിയാണ് ഉണ്ടാക്കി വെക്കുക. തലേ ദിവസം വൈകുന്നേരം ഉണ്ടാക്കി വെക്കും. അപ്പോൾ അതാകുമ്പോൾ രാവിലെ നമുക്കത് പെട്ടെന്ന് എടുത്ത് ചൂടാക്കാം. ഇഡ്ഡലി പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാം. ദോശയായാലും വേഗം ഉണ്ടാക്കാം. ഇനി സാമ്പാറാണെങ്കിൽ സാമ്പാർ തലേ ദിവസം ഉണ്ടാക്കി വെക്കും. അതുപോലെ തന്നെ എന്ത് ഐറ്റംസ് ആയാലും ഇങ്ങനത്തെ ആണെങ്കിൽ അതിൻ്റെ കറികൾ ഉണ്ടാക്കേണ്ടത് തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെക്കും. അപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചാൽ രാവിലെ നമുക്ക് തിരക്കില്ലാതെ കുട്ടികളെ വേഗം ഇങ്ങനെ ക്ലാസ്സിലേക്കൊക്കെ പോകണമെങ്കിൽ അവർക്ക് ശരിയാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ ദോശയും അതിൻ്റെ കൂടെ സാമ്പാറുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ സാമ്പാറും ഞാൻ തലേ ദിവസം വൈകുന്നേരം ഉണ്ടാക്കി വെച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ രാവിലെ ദോശ ഉണ്ടാക്കിയാൽ മാത്രം മതി. പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഈ നമ്മുടെ ബാക്കിയുള്ള ദോശയൊക്കെ ചേട്ടൻ ഇവിടെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ആ നേരം കൊണ്ട് ഞാനിപ്പുറത്ത് ഉച്ചയ്ക്കുള്ള കറിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് സൺഡേസിൽ സാധാരണ നോൺ വെജ് ഒരു കറിയാണ് വെക്കുക. അപ്പോൾ ഇന്ന് ഞാൻ വെജിറ്റബിളിൻ്റെ ഒരു കറിയും കൂടി ഇന്ന് സൈഡ് വെക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഈ മക്കൾ ഫുഡൊക്കെ കഴിച്ച് അവർ റെഡിയായി പോകാൻ്റെ സമയമായി. അപ്പോൾ ഈ രാവിലത്തെ ഈ സമയം പ്രത്യേകിച്ച് ഞായറാഴ്ചകളിൽ ഭയങ്കര ബിസി ആയിരിക്കും ആ ഒരു കുറച്ച് സമയം. കാരണം കുറച്ച് സമയമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ ഇനി ഞാൻ അവർ രണ്ടുപേരെയും സൺഡേ ക്ലാസ്സിന് വിട്ട ശേഷമാണ് എൻ്റെ ബാക്കി പണികളൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ സമയം ഇപ്പോൾ 8:15 കഴിഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും സൺഡേ ക്ലാസ്സിന് പോയിട്ടുണ്ട്. ഞാൻ തിരിച്ചെത്തിയപ്പോഴേക്കും 8:30 ആയിട്ടുണ്ടായിരുന്നു. ഞാൻ സാധാരണ ഒരു പ്രയർ രാവിലെ കാണാറുണ്ടല്ലോ, ഇരുന്നിട്ട് 15 മിനിറ്റൊക്കെ ആയിരുന്നു കാണാറുണ്ട് പ്രയർ. അപ്പോൾ ആ പ്രയറും കൂടി ഒന്ന് കണ്ട ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം രാവിലെ പള്ളിയിൽ പോകുന്നതുകൊണ്ട് തിരക്കിൽ പിന്നെ എനിക്ക് പ്രയർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞ ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ സമയം ഇപ്പോൾ 8:45. അപ്പോൾ നല്ല ചൂട് ദോശയും സാമ്പാറുമാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഏറ്റവും ലാസ്റ്റത്തെ ദോശ കഴിക്കാനാണ്. കാരണം നല്ല ചൂടുണ്ടാവുമല്ലോ. എനിക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. അതിൻ്റെ കൂടെ കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാനിനി ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ചിക്കൻ വെച്ചിട്ട് അൽഫാം ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അൽഫാം കടയിലെ പോലെ അങ്ങനെ തന്നെ വരില്ല, നമ്മുടെ വീട്ടിലെ ഒരു സ്റ്റൈലിലായിരിക്കും. സാധാരണ ഞാൻ എന്തെങ്കിലും മസാലകൾ എൻ്റേതായ രീതിയിൽ വെച്ചിട്ടാണ് സാധാരണ ചിക്കനൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു അൽഫാം മസാല എന്ന് പറഞ്ഞിട്ട് കടയിൽ കണ്ടു. അപ്പോൾ ഇതൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അഭിപ്രായം പുള്ളി ഞാൻ പറയാം. അപ്പോൾ ഞാൻ അത് വെച്ചിട്ടാണ് ഇന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ചിക്കൻ നമ്മൾ ബിരിയാണിക്കൊക്കെ നമ്മൾ കട്ട് ചെയ്യിക്കില്ലേ ചിക്കൻ, അതുപോലെ കട്ട് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിനെല്ലാം ഫുള്ളായിട്ടൊന്ന് വരഞ്ഞെടുക്കണം കേട്ടോ, മസാല നന്നായി പിടിക്കാനായിട്ട്. ഇനി ഇതിലേക്ക് മസാല നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റും കുരുമുളക് പൊടിയും നാരങ്ങനീരും ഉപ്പും കൂടി ചേർത്തിട്ട് ഇങ്ങനെ ഒരു മിക്സ് ഉണ്ടാക്കിയിട്ട് ഈ ചിക്കൻ്റെ പീസസ് എല്ലാം തന്നെ ഒരു അരമണിക്കൂർ ഈ ഒരു മിക്സിൽ ആദ്യം വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ മസാലയുടെ പാക്കറ്റും എഴുതിയിരിക്കുന്ന പോലെയാണ് കറക്റ്റ് ചെയ്യണത്. നമ്മൾ സാധാരണ നമ്മുടേതായ മസാല ചെയ്യുമ്പോൾ വേറെ രീതിയിലാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് മുഴുവനായിട്ടും ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് വയ്ക്കുക. അപ്പോൾ ഞാൻ ഒരു നേരത്തേക്ക് മാത്രമായിട്ടാണ് ഉണ്ടാക്കി നോക്കണേ. 1 കിലോ ചിക്കനുള്ള പൊടിയാണ് ഈ പാക്കറ്റിലുള്ളത്. അപ്പോൾ ഈ ഒരു പൊടിയിലേക്ക് 6 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് കട്ടിയുള്ള തൈര് ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ 6 ടേബിൾ സ്പൂൺ തൈര് 6-7 ടേബിൾ സ്പൂൺ തൈര് ഈ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് അതിൽ വെള്ളം കളഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യും മസാലേനെ. എന്നിട്ട് അത് ഞാൻ മാറ്റി വെക്കുകയാണ്. അരമണിക്കൂർ ഈ ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം മാത്രമേ ഈ മസാല അതിൽ മിക്സ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് മിക്സ് ചെയ്ത് അവിടെ മാറ്റി വെക്കുന്ന നേരം കൊണ്ട് ഞാൻ വേറൊരു കറിയും കൂടി ഉണ്ടാക്കി വെക്കുകയാണ്. കാരണം ഇത് ഞാൻ ഒരു നേരത്തേക്ക് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, വൈകുന്നേരത്തേക്ക് ഇപ്പോൾ കറി ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വൈകുന്നേരത്തേക്ക് ഒരു കറിയും കൂടി ഇനി ഉണ്ടാക്കിയെടുക്കണം.
അപ്പം ഞാനിന്ന് ഉണ്ടാക്കുന്ന കറി കുമ്പളങ്ങയും മുരിങ്ങാക്കോലും പരിപ്പും കൂടി ചേർത്തിട്ടുള്ളൊരു ചാറ് കറിയാണ്. അതിലേക്ക് തേങ്ങ അരച്ചൊഴിക്കണം. അപ്പം അതിനുള്ള തേങ്ങയൊക്കെ ചിരണ്ടി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കറി ഞാൻ വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും ഉണ്ടാക്കണേ. കാരണം ഉച്ചയ്ക്ക് നമ്മൾ ഓൾറെഡി ചിക്കൻ ഉണ്ടാക്കാൻ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ കറിയൊക്കെ രാവിലെ തന്നെ ഉണ്ടാക്കി വെക്കുകയാണ്. കാരണം വൈകുന്നേരം പിന്നെയും ഇത് ഉണ്ടാക്കാൻ അടുക്കളയിൽ കയറാനായിട്ട് എനിക്ക് മടിയാണ്. അതുകൊണ്ടാണ് ഇപ്പം തന്നെ ഇതൊക്കെ ചെയ്ത് വേഗം വെക്കണേ. അപ്പോൾ വൈകുന്നേരം അത് ചൂടാക്കി എടുത്താൽ മതിയല്ലോ. അപ്പോൾ എന്തായാലും കറിയൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ ചോറും കൂടി വെക്കുന്നുണ്ട്. കാരണം ഉച്ചയ്ക്ക് ഇനി ആർക്കെങ്കിലും ഇങ്ങനത്തെയുള്ള ഐറ്റംസ് ചിലപ്പോൾ എല്ലാവർക്കും അൽഫാം പോലത്തെ ഒന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലെ അംഗങ്ങളുടെ ടേസ്റ്റും പ്രിഫറൻസും നമുക്കറിയാം. പിന്നെ പ്രായമായവരുണ്ടാകുമ്പോൾ അവർക്കും അല്ലാതും എല്ലാ ടൈപ്പും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോറും കറിയും വെക്കുന്നത്. ഇപ്പോൾ നോർമൽ കറികളാണെങ്കിൽ എല്ലാവർക്കും ഇതായിരിക്കും. ഇങ്ങനത്തെ വെറൈറ്റി ആകുമ്പോൾ എല്ലാവരും കഴിക്കുമോ നമുക്ക് ഉറപ്പില്ല. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ഇനി ചിക്കനിലേക്ക് പുരട്ടി കൊടുക്കാം. അരമണിക്കൂറാണ് നമ്മൾ ചിക്കൻ ആദ്യം മാരിനേറ്റ് വെച്ച്. ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 2 മുതൽ 4 മണിക്കൂർ വരെയൊക്കെ വെച്ചാൽ നല്ലതാണ്. മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ അതിലേക്ക് മസാല പിടിക്കില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ പണികളെല്ലാം തന്നെ കംപ്ലീറ്റ് ആയി. കിച്ചൺ ക്ലീൻ ചെയ്ത് ഞാൻ ഇവിടുന്ന് പോവുകയാണ്. സമാധാനം, ഇന്നത്തെ പണികൾ ഇത്രയും വേഗം ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് 12 മണിക്ക് വന്നാൽ മതി. അപ്പോൾ എന്തായാലും എനിക്ക് കുറച്ച് ഫ്രീ ടൈം ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡിസംബർ മാസത്തേക്ക് വേണ്ടിയിട്ട് നമ്മുടെ റൂമുകളൊക്കെ നമ്മൾ മേക്ക് ഓവർ ചെയ്യാറുണ്ട്, നിങ്ങൾ കാണാറുണ്ടാവുമല്ലോ. അതിനുള്ള ഐറ്റംസ് എല്ലാം ഒന്ന് എടുത്തൊന്ന് അറേഞ്ച് ചെയ്യാം. ഏതൊക്കെ റൂമുകളിൽ ഏത് ഐറ്റംസ് ഉപയോഗിക്കണം എന്നൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഒരുപാട് വർഷമായിട്ട് നമ്മുടെ ഇതുപോലെ വീട് ഇങ്ങനെ മേക്ക് ഓവർ ചെയ്യുന്നുണ്ട്. യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുൻപേ ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അന്നൊക്കെ എൻ്റെ കയ്യിലുള്ള കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ വെച്ച് ചെയ്യാറ്. ഞാൻ സ്വന്തമായിട്ട് ഓരോന്നൊക്കെ ഉണ്ടാക്കിയൊക്കെ ചെയ്യും. പിന്നീട് കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് വാങ്ങാനായിട്ട് തുടങ്ങി. അങ്ങനെ കളക്ട് ചെയ്ത് എൻ്റെ കയ്യിൽ കുറച്ചധികം ക്രിസ്മസ് ഐറ്റംസ് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ വീടൊക്കെ അറേഞ്ച് ചെയ്യണത്. അപ്പോൾ ഇത് 5 എണ്ണത്തിൻ്റെ കുഷൻ കവറിൻ്റെ സെറ്റാണ് ആദ്യം കാണിച്ചത്. അത് വൈറ്റും റെഡും കോമ്പിനേഷനാണ് വരണത്. ഈ കാണുന്നത് ഗോൾഡൻ കോമ്പിനേഷനിലുള്ളതാണ് ക്രിസ്മസിൻ്റെ പിക്ചറൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അളവെന്ന് പറയുന്നത് 16 ഇഞ്ചിൻ്റെ സ്ക്വയറാണ് ഈ വരുന്നത്. ഇതേപോലത്തെ തന്നെ കുഷൻ കവേഴ്സ് ചെറുതും വരുന്നുണ്ട്. അപ്പോൾ കുഷൻ കവേഴ്സ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ റൂമിൽ പെട്ടെന്നൊരു ചേഞ്ച് കിട്ടും കേട്ടോ. ഇത് 12 ഇഞ്ചിൻ്റെ കുഷൻ കവേഴ്സാണ്. ഇതും ക്രിസ്മസ് പപ്പടയൊക്കെ പടമൊക്കെ ഉള്ളത് അങ്ങനത്തെയൊക്കെയാണ്. അപ്പോൾ ഇത് കുഞ്ഞിതാണ്. ഞാൻ ആദ്യം ഉപയോഗിച്ചിരുന്നതൊക്കെ കുഞ്ഞ് കുഷനുകളായിരുന്നു, ചെറുതായിരുന്നു. അപ്പോൾ ഈ ഒരു കവറാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നീടാണ് വലുത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ പ്രൊഡക്റ്റിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കും. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഈ വർഷമൊന്നും ഞാൻ പുതിയതായിട്ടൊന്നും മേടിച്ചിട്ടില്ല. ഇതൊക്കെ അതിന് മുൻപത്തെ വർഷങ്ങൾ വാങ്ങിയത് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം തന്നെ ചെയറിനിടുന്ന കവറുകളാണ്. ക്രിസ്മസ് തൊപ്പിയുടെ ഷേപ്പിലാണ് ഈ കവർ വരണത്. അപ്പോൾ ശരിക്കും ഒരു വലിയൊരു ക്രിസ്മസ് തൊപ്പി. അപ്പോൾ ഈ ഡൈനിങ് ടേബിളിൻ്റെ ചെയർ 8 എണ്ണം ഉണ്ട്. 8 എണ്ണത്തിലേക്ക് ഇടാനുള്ള കവറുകളാണ് ഈ കാണുന്നത്. ഇത് നല്ല മെറ്റീരിയലാണ് കേട്ടോ, വെൽവെറ്റ് മെറ്റീരിയലാണ്, സൂപ്പർ ക്വാളിറ്റിയാണ്. ഞാൻ വിചാരിക്കും ഇതുപോലത്തെ തന്നെ നല്ല കവർ കിട്ടുകയാണെങ്കിൽ ഉപയോഗിക്കായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ വേറെ കവർ കിട്ടണില്ല, ക്രിസ്മസ് തൊപ്പിയുടെ മാത്രമേ കണ്ടുള്ളൂ ഞാൻ. ഇതെല്ലാം തന്നെ ടവലുകളാണ്. ഇതുപോലെ നമുക്ക് ഡൈനിങ് ടേബിളിൽ ടീപ്പോയ്മയൊക്കെ വിരിക്കാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇത് രണ്ടും ക്രിസ്മസ് സോക്സ് ആണ് ഇതുപോലത്തെ കേട്ടോ. ഇത് വലിയ ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന മോഡൽ സോക്സ് ആണ്. ഇതിൽ സാധാരണ പറയുക സാന്റാക്ലോസ് വന്നിട്ട് ഗിഫ്റ്റ് വെക്കുന്നതാണ് പറയുക. ഞാൻ അതൊക്കെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഹാങ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഒരു സോക്സ് ഒക്കെ കേട്ടോ. അതുപോലെ തന്നെ ഓരോ റൂമിലേക്ക് ബെഡ്ഷീറ്റ് സാധാരണ ഞാൻ വിരിക്കാറ് റെഡോ വൈറ്റോ വിരിക്കും. പിന്നെ മക്കളുടെ റൂമിൽ സാധാരണ ഞാൻ ഇങ്ങനത്തെ ക്രിസ്മസ് പപ്പയുടെ ഡിസൈനുള്ള ബെഡ്ഷീറ്റാണ് വിരിക്കാറ്. ഇപ്പോൾ ഇതൊരു ബെഡ്ഷീറ്റിൻ്റെ തലയണ കവറാണ് കേട്ടോ. തലയണ കവറിൻ്റെ ഈ കാണുന്ന ഡിസൈനുള്ള ക്രിസ്മസ് അപ്പൂപ്പനും ട്രീയും ഒക്കെ ആ ഡിസൈൻ ഫുള്ളായിട്ട് ആ ബെഡ്ഷീറ്റ് മിൻ്റെ. അപ്പോൾ ഞാൻ വിരിച്ചിപ്പോൾ കാണിക്കുന്നില്ല, ഞാൻ മുൻപ് വിരിച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഇനി കാണിക്കാം. അപ്പോൾ ഇതുമ്മേ ഈ ഒരു പടം ഫുള്ളായിട്ടുണ്ട് തലയണ കവറുമ്പോൾ. ഇതേ പിക്ചർ തന്നെ വലുതാക്കിയിട്ടാണ് ആ ബെഡ്ഷീറ്റും ഉള്ളത്. ഒരു പ്രത്യേക മെറ്റീരിയലാട്ടോ, ഒരു വെൽവെറ്റ് പോലത്തെ ഒരു മെറ്റീരിയൽ ബെഡ്ഷീറ്റിൻ്റെ വരണേ. പ്യുവർ കോട്ടൺ അല്ല, പക്ഷേ ചൂടെടുക്കണമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ തന്നെ ഒരു ബ്ലൂ കളറും വരുന്നുണ്ട്. അപ്പോൾ അത് മാറി മാറിയാണ് ഞങ്ങൾ സാധാരണ വിരിക്കുക. അതുപോലത്തെ പിക്ചർ കുറച്ചുകൊണ്ട് വ്യത്യാസമുണ്ട്. എൻ്റെ റൂമിൽ സാധാരണ ഞാൻ എന്തെങ്കിലും പ്ലെയിൻ ഷീറ്റാണ് വിരിക്കാറ്, വൈറ്റോ റെഡോ വിരിക്കാറുള്ളൂ. അപ്പോൾ ബെഡ്ഷീറ്റും അപ്പോൾ ഈ ഐറ്റംസ് എല്ലാം കൂടി ഞാൻ ഒരു ബാഗിലാക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. കാരണം എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഈ മാസമാകുമ്പോൾ ഇതെല്ലാം എടുക്കാം, ഇതൊക്കെ യൂസ് ചെയ്യാം. കേർട്ടൻസ് സാധാരണ ഞാൻ യൂസ് ചെയ്യാറുള്ളത് വൈറ്റും റെഡും കേർട്ടൻസാണ്. അത് ഞാൻ സാധാരണ വീട്ടിൽ യൂസ് ചെയ്യുന്നതാണ്, മാറി മാറി ഉപയോഗിക്കുന്നത്. ക്രിസ്മസ് ആകുമ്പോൾ ഞാൻ ഈ വൈറ്റും റെഡും മാറി മാറി യൂസ് ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കയ്യിലുള്ള ഫർണിഷിങ് ഐറ്റംസ്, അതായത് ബെഡ്ഷീറ്റ്, കുഷൻ കവേഴ്സ്, ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ ക്രിസ്മസിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഐറ്റംസൊക്കെ പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ക്രിസ്മസ് ഡെക്കോർ ഐറ്റംസൊക്കെ ഈ ഒരു ബാഗിലാണ് വെച്ചിരിക്കുന്നത്. അതിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ഇന്ന ഡെക്കറേഷൻ ഐറ്റംസ് ആണെന്ന് ഈ ഒരു ബാഗിൽ. അപ്പോൾ ഇത് മുകളിലിരിക്കുന്ന കാരണം ബാഗൊക്കെ കുറച്ച് പൊടി പിടിച്ചു കേട്ടോ. പക്ഷേ ഐറ്റംസിനൊന്നും ഒരു കുഴപ്പമില്ല. കവറുകളിലാക്കിയിട്ടാണ് ഞാൻ ഓരോ ഐറ്റംസ് വെച്ചിരിക്കുന്നത്. അത് റബ്ബർ ബാൻഡിട്ട് കെട്ടി വെക്കാറുണ്ട്.
ഇതൊക്കെ നമ്മൾ ഡെക്കോർ ഐറ്റംസ് ക്രിസ്മസിന് ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയ ഒക്കെ ഒതുക്കാനൊക്കെ ഭംഗിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ക്രാഫ്റ്റ് ആയിട്ടുള്ള ക്രിസ്മസ് ഐറ്റംസ് ആണ്. എല്ലാ വർഷവും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന ഐറ്റംസ് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. ചിലപ്പോൾ അടുത്ത വർഷം വരുമ്പോൾ അത് കേടായിട്ടുണ്ടെങ്കിൽ അത് കളയും, കേടായിട്ടില്ലെങ്കിൽ വീണ്ടും നമുക്കിതൊക്കെ റീയൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ മക്കളുടെ റൂമിൽ അറേഞ്ച് ചെയ്യാനായിട്ട് വെച്ചിരുന്ന കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റ്സ് ആണ്. പിന്നെ ഇതൊക്കെ തന്നെ ചെറിയ ചെറിയ ഷോ പീസുകളൊക്കെയാണ്. ഇതൊക്കെ ഞാൻ റൂമുകളിൽ പിരിക്കുന്ന ഐറ്റംസൊക്കെ മാറ്റി ഇതൊക്കെ അവിടെ വെക്കും. പിന്നെ റെഡ് കളറിൽ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് വീട്ടിലുണ്ടെങ്കിൽ ഞാൻ ഡെക്കോർ ഐറ്റംസ് ഒക്കെ ഇതിൽ വെച്ചിരിക്കുക. കാരണം ആ സമയത്ത് ഇതെല്ലാം ഒരുമിച്ച് കിട്ടാനത് ഒന്നിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ചെറിയ ക്രിസ്മസ് ട്രീ ഇതുപോലത്തെയൊക്കെ വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് ഡൈനിങ് ഏരിയ ലിവിങ് ഏരിയയിലൊക്കെ വെക്കാനായിട്ട് ഉപയോഗിക്കാം. അങ്ങനത്തെ ട്രീകളൊക്കെ അപ്പോൾ ചെറിയൊരു ട്രേയിൽ ഇതെല്ലാം വെച്ച് നമുക്ക് അറേഞ്ച് ചെയ്യാം, ഗ്ലിറ്ററുള്ളതും അങ്ങനത്തെയൊക്കെ. പിന്നെ ഇങ്ങനത്തെ ഭംഗിയുള്ള ഡെക്കോർ ഐറ്റംസ് ഒക്കെ ഞാൻ സാധാരണ തൃശ്ശൂരുള്ള ഫെജി എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ അത്യാവശ്യം ഒരുപാട് കളക്ഷൻ ഉണ്ട്. പിന്നെ ഞാൻ ഒരുവിധം നമുക്ക് റീസണബിൾ ആയിട്ടുള്ള റേറ്റുള്ള ഐറ്റംസാണ് വാങ്ങിയിട്ടുള്ളൂ. കാണാൻ കുറച്ച് ഭംഗി വന്നാൽ അല്ലാതെ റേറ്റ് ഉള്ളതല്ല മേടിച്ചിരിക്കുന്നത്. കാരണം നമുക്കിതിപ്പോൾ വർഷത്തിൽ ഒരിക്കലും ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ മാത്രമല്ല ആവശ്യമുള്ളൂ. പിന്നെ എനിക്ക് പറ്റുന്നതൊക്കെ ക്രാഫ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കലാണ് പതിവ്. അപ്പോൾ ഇതൊക്കെ ചെറിയ LED ക്യാൻഡിൽസ് ആണ്, ബാറ്ററി ഇട്ടിട്ട് വർക്ക് ചെയ്യണത്. ചിലതൊക്കെ വർക്കാവും, ചിലത് കേടുവരിക്കും, അറിയില്ല, എടുത്തു നോക്കുമ്പോൾ തന്നെ അറിയുള്ളൂ. ഇനി ഇതുപോലെ ഒരു ക്രിസ്മസ് ട്രീ ചെറുതൊരെണ്ണുണ്ട് കേട്ടോ. അത് ഞാൻ പിന്നീട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം. പിന്നെ ഗ്ലാസ്സിൽ പെയിൻറ്റിങ് ഒക്കെ ചെയ്തിട്ട് ഇതൊക്കെ ഒരുപാട് വർഷം മുമ്പ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പണ്ട് ചെയ്തതാണ്, ഞാൻ ഒരു 5 വർഷം മുൻപ് ചെയ്ത ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇതിൽ കേട്ടോ. അപ്പോൾ അല്ലാതെ ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ ഇത്രയും വർഷമായാലും ഇതൊന്നും കേട് വന്നിട്ടില്ല. എല്ലാം നമുക്ക് ഇതിലിനി അറേഞ്ച് ചെയ്ത് തിരിച്ച് വെക്കാം. പിന്നെ വേറൊരു ബാഗിൽ ഞാൻ ഈ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട ഡെക്കോർ ഐറ്റംസ് ഒന്നുമല്ല, ബാക്കിയുള്ള ഡെക്കോർ ഐറ്റംസ് ഇതുപോലുള്ളൊരു ബാഗിൽ തന്നെയാണ് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ചെറിയ ചെടിച്ചട്ടിയോ ലൈറ്റുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിരിക്കും. അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് അതൊക്കെ എങ്ങനെയാണ് ഒതുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ബാഗിൽ ഞാൻ ഒതുക്കി ഇതിങ്ങനെ ജസ്റ്റ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് വന്നപ്പോഴേക്കും ഏകദേശം 12 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി വേഗം തന്നെ കിച്ചണിലോട്ട് വന്നിട്ട് ബാക്കി പണികളൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ഒരു ചിക്കൻ്റെ കൂടെ കോമ്പിനേഷൻ മയോണൈസ് ആണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ മയോണൈസ് ഉണ്ടാക്കണതിൻ്റെ റെസിപ്പി ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ അതിൻ്റെ ക്ലിപ്പ് ഞാൻ അതിൽ കൂടി ആഡ് ചെയ്യാം. ഇത് കണ്ട് നല്ല തിക്കായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നല്ലതായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് 2 കോഴിമുട്ട ആദ്യം മിക്സിയിലേക്ക് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ വിനാഗിരി, അല്പം ഉപ്പ്, ഇത്തിരി കുരുമുളക് പൊടി, അതുപോലെ തന്നെ ലേശം പഞ്ചസാര. ഇതൊക്കെ വളരെ കുറച്ച് മതിട്ടോ, കുറേ അധികമായി അതിൻ്റെ ഫ്ലേവറൊക്കെ ഭയങ്കരമായിട്ട് മുന്നിലോട്ട് നിൽക്കും. ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾ മിക്സിയിൽ ഒരു വട്ടം ഒന്ന് അടിച്ചെടുക്കുക. അടിച്ചെടുത്ത ശേഷം നമ്മളിതിലേക്ക് സൺഫ്ലവർ ഓയിലായിട്ട് ചേർക്കണത്. ഒരിക്കലും ഇതിൽ വേറെ ഓയിലുകൾ ചേർക്കരുത്. അതിൻ്റെ ഫ്ലേവർ വെളിച്ചെണ്ണയൊക്കെ ചേർത്താൽ ഭയങ്കരമായിട്ട് ടേസ്റ്റ് മാറിപ്പോവും. ഒരു തവണ അടിച്ചെടുത്ത ശേഷം ഈ 1 കപ്പ് സൺഫ്ലവർ ഓയിൽ നമ്മൾ അങ്ങനെ തന്നെ മുഴുവൻ ഒഴിക്കരുത്. കുറച്ചീശ ഒഴിച്ചിട്ട് മിക്സി അടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിക്കുക, ഒന്ന് മിക്സി അടിക്കുക, അതിനുശേഷം കുറച്ചീശ ഒഴിക്കുക, പിന്നെ അടിച്ചെടുക്കുക. ഇങ്ങനെ അടിച്ചും എടുത്തിട്ടാണ് നമ്മൾ മയോണൈസ് ഉണ്ടാക്കേണ്ടത്. അങ്ങനെയാണെങ്കിലാണ് മയോണൈസ് ആ കട്ടിയും ആ കൺസിസ്റ്റൻസിയും കറക്റ്റ് കിട്ടുള്ളൂ. ഇനി മയോണൈസ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കട്ടി അധികം ഇഷ്ടമില്ലെങ്കിൽ 1/2 മുതൽ 3/4 കപ്പ് ഓയിൽ ഒഴിച്ചാൽ മതി. ഓയിലിൻ്റെ ക്വാണ്ടിറ്റി പോലെ ഇരിക്കും മയോണൈസിൻ്റെ തിക്നെസ്. അപ്പോൾ ഞാനിപ്പോൾ 2 കോഴിമുട്ടയ്ക്ക് 1 കപ്പ് ഓയിൽ എടുത്തിട്ടാണ് ഇത്രയും തിക്കുള്ള മയോണൈസ് കിട്ടിയത്. ഓയിൽ കുറച്ച് ഒഴിക്കുകയാണെങ്കിൽ ഇത്ര തിക്നെസ് കിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ ചുട്ടെടുക്കാം. ഇതിനായിട്ട് ഇങ്ങനൊരു പാത്രം നമ്മുടെ വീട്ടിലുണ്ട്. ഇതിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കണേ. പക്ഷെ നമുക്ക് നോർമൽ കട്ടിയുള്ള ഒരു ഫ്രൈ പാനിൽ ചെയ്യാനും പറ്റും. ആദ്യം ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് പാനിലേക്ക് പരത്തി കൊടുക്കുകയാണ്. അതിനുശേഷം പാൻ നന്നായിട്ട് ചൂടാക്കി എടുക്കുകയാണ്. പാൻ നന്നായി ചൂടായ ശേഷം അതിലേക്ക് ചിക്കൻ്റെ പീസസ് ഒക്കെ നമുക്ക് നിരത്തി കൊടുക്കാം. പാൻ നന്നായി ചൂടാവേണ്ട ആവശ്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ ചിക്കൻ വെച്ചിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കുന്നതിന്, അതായത് ഒരു സൈഡ് 1 മിനിറ്റ് മൊരിയിക്കുക, മറുവശവും നന്നായി മൊരിയിച്ചെടുക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനെ കുക്ക് ചെയ്തെടുക്കുക. ഇത് നമ്മൾ ആദ്യം തന്നെ മൊരിയിക്കുന്നതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ വെറുതെ ഇത് ഇങ്ങനെ ഫുള്ള് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മൂടി വെച്ച് വേവിക്കുകയാണെങ്കിൽ സാധാരണ ചിക്കൻ കറിക്ക് ചിക്കൻ വേവിക്കുന്ന പോലെ അതിൽ നിന്ന് വെള്ളം കുറേ വന്ന് ചിക്കൻ ഒരു വെന്ത പോലെ വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് ആദ്യം ഒന്ന് മൊരിയിച്ചെടുത്ത ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് മൂടി വെച്ച് ഇങ്ങനെ വേവിക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശമൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് കുറച്ച് ബട്ടർ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ മസാലപ്പൊടി മേടിക്കേണ്ടതും ഇല്ല, നമുക്ക് വീട്ടിൽ തന്നെ മസാല ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കാം കേട്ടോ. അതിൻ്റെ വേണമെങ്കിൽ ഞാൻ കണ്ട വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമുക്ക്
ഫ്രഷായി വന്ന് നമ്മുടെ ലഞ്ച് കഴിക്കാം. അപ്പോൾ അതേ ഞാൻ ചിക്കൻ്റെ പീസസ് എല്ലാം തന്നെ അടച്ചയിൽ വെച്ചിരിക്കുകയായിരുന്നു ചൂട് പോവാതിരിക്കാൻ. അപ്പോൾ നമുക്കിതൊക്കെ പുറത്തോട്ട് എടുക്കാം. അപ്പോൾ ആ ഒരു മൊരിഞ്ഞൊരു ടെക്സ്ചർ നിങ്ങൾക്ക് കാണാം. അത് ആ ഒരു ചുട്ട ഒരു ചിക്കൻ്റെ പോലത്തെ ഒരു സ്റ്റൈലിലൊക്കെ ഏകദേശം വന്നിട്ടുണ്ട്. അതേ ഒരു ഫ്ലേവർ കിട്ടില്ല, കാരണം ചുട്ട ചിക്കൻ നമുക്കറിയാലോ കനലിൽ വെച്ച് ചുടുന്നതാണ്. അപ്പോൾ അതുപോലെ വരില്ലെങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കുബൂസ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ വെച്ചിരിക്കുന്നത്. പിന്നെ മയോണൈസും ഉണ്ട്. അപ്പോൾ നമുക്കിനി ലഞ്ച് കഴിക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മക്കളൊക്കെ സൺഡേ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലഞ്ച് കഴിക്കുകയാണ്. എന്തെങ്കിലും ഒരു സിനിമ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സിനിമയും കൂടി കാണും കേട്ടോ. അപ്പോൾ സിനിമ മുഴുവനായിട്ടും പിന്നെ കാണാനായിട്ട് ഇരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ക്രിസ്മസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പിക്ചേഴ്സൊക്കെ ഒന്ന് ഫോണിൽ നോക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കാണാനും ഐഡിയാസൊക്കെ. അപ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ആപ്പാണ് പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടത്. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള പിക്ചേഴ്സ് കാണാം. അപ്പോൾ അത് ഫോറിനേഴ്സിൻ്റെ വീടുകളിലെ ഓരോ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഡെക്കറേഷൻസൊക്കെ ചെയ്തിരിക്കുന്നതാണ്. നമ്മുടെ വീട്ടിൽ അതുപോലെ തന്നെ എക്സാക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ എനിക്കതൊക്കെ കാണാൻ ഇഷ്ടമാണ്. അതിൽ ഇൻസ്പയർഡ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യലാണ് പതിവ്. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനത്തെ റൂമുകളൊക്കെ ഒരുക്കിയിരിക്കുന്നത് കാണാൻ. ഓരോരുത്തർക്കും ഓരോ ചോയ്സ് ആണല്ലോ. അപ്പോൾ ഈ ഒരു ആപ്പിൻ്റെ ഉള്ളിൽ നമുക്കിതുപോലെ പിക്ചേഴ്സ് ഇത് മാത്രമൊന്നല്ല കേട്ടോ, ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ചെടികളുമായി ബന്ധപ്പെട്ടുള്ള അങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പിക്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ പിക്ചേഴ്സൊക്കെ നമുക്ക് സേവ് ചെയ്തിട്ട് അതിന് ഹെഡിങ് ഒക്കെ കൊടുത്തിട്ട് വെക്കാം കേട്ടോ. ക്രിസ്മസ് ഡെക്കറേഷനോ അല്ലെങ്കിൽ ക്രാഫ്റ്റെന്നോ അങ്ങനെ എന്താണെന്ന് വെച്ചാലൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എത്ര പേര് ഈ ഒരു ആപ്പ് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞോളാം. ഞാൻ പറഞ്ഞ ശേഷം ചിലർ ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്, ചിലർ ഉപയോഗിക്കുന്നുണ്ടാവാം. ഞാൻ ഒരുപാട് നാളായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫേവറേറ്റ് ആപ്പാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.